മുഖ്യമന്ത്രി ഏറെക്കാലത്തിനു ശേഷം രാജ്ഭവനിലേക്ക് എത്തുന്നു. ഗവർണറുമായുള്ള കടുത്ത ഭിന്നത നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ഒരു സന്ദർശനം എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സർവകലാശാല വിവാദം, ഒപ്പം തന്നെ ഭാരതാംബയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഇതെല്ലാം നിലനിൽക്കെയാണ് മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നഫൽ, കൗതുകവും രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് രാജ്ഭവനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിക്ക്. കാരണം ഏറെക്കാലത്തിന് ശേഷമാണ് ഗവർണറുടെ ക്ഷണം സ്വീകരിച്ച മുഖ്യമന്ത്രി രാജ്ഭവന്റെ പടി ചവിട്ടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നൗഫൽ സൂചിപ്പിച്ചതുപോലെ വിവാദങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. ബില്ലുകൾ മടക്കിയ ഗവർണറുടെ നടപടി, ഒപ്പം സർവകലാശാല വിഷയം, അങ്ങനെ ഗവർണറും മുഖ്യമന്ത്രിയും നേരിട്ട് കൊമ്പ് കോർത്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ രാജ്ഭവനിലേക്ക് എത്തുന്നത്. മാത്രവുമല്ല, കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദവും നമുക്ക് അറിയാം. നേരത്തെ രാജ്ഭവനിൽ സംഘടിപ്പിച്ചിരുന്ന പരിപാടികളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ പരിപാടിയിൽ നിന്ന് പ്രീപ്രസാദ് വിട്ടുനിന്നു. മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയി. അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. പക്ഷേ സത്യപ്രതിജ്ഞ ഒഴികെ രാജ്ഭവനിൽ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകുമെന്ന് രാജ്ഭവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നത്തെ വേദിയിൽ എന്തായാലും കാവിക്കൊടിയേന്തിയ ഭാരതാംബയില്ല. പകരം ദേശീയ പതാകയും നിലവിളക്കും മാത്രമാണുള്ളത്. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഈ പരിപാടിക്ക് എത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മുഖ്യമന്ത്രി ഗവർണർ സ്വീകരിച്ച് ഇരുവരും ഒരുമിച്ചാണ് വേദിയിലേക്ക് എത്തിയത്. അതിനുശേഷം ഗവർണറുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി നിലവിളക്ക് കൊളുത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി. മാത്രമല്ല 3 പേരാണ് ഈ വേദിയിലുള്ളത്. അതിൽ മറ്റൊരു രാഷ്ട്രീയം കൂടി ഉണ്ട്. അതായത് ഈ പരിപാടിയുടെ, ഈ മാസികയുടെ പ്രകാശനം നിർവഹിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥലം എം പി കൂടിയായ ശശി തരൂരിന് ഈ മാസിക കൈമാറിക്കൊണ്ടാണ്. ഈ പരിപാടിയിലേക്ക് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ക്ഷണമുണ്ടായിരുന്നു. വി ഡി സതീശനെ പക്ഷെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് വെറും സാന്നിധ്യം എന്ന നിലയ്ക്ക് മാത്രമാണ്. പ്രതിപക്ഷ നേതാവിനെ സാന്നിധ്യമായി വേദിയിലിരുത്തി, സദസ്സിലിരുത്തി സ്ഥലം എം പിയെ കൊണ്ട് പ്രകാശന പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ടെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ എന്തായാലും വി ഡി സതീശൻ ഈ പരിപാടിക്ക് എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയും ഗവർണറും ഒപ്പം ശശി തരൂരും മാത്രമാണ് വേദിയിലുള്ളത്. പ്രധാനപ്പെട്ട അതിഥികൾ എല്ലാവരും സദസ്സിലുമുണ്ട്. പരിപാടി അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും ചെയ്യുകയാണ്. എന്തായാലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വിവാദങ്ങളുടെ മഞ്ഞുരുകുന്നു എന്ന് വേണം നമുക്ക് ഈ പരിപാടിയിലൂടെ കാണാൻ. കാരണം ഇരുവരും ഒരുമിച്ച് സംസാരിച്ച്, ചിരിച്ച്, സംസാരിച്ചൊക്കെയാണ് ഈ പരിപാടിയിലേക്ക് നടന്നു വന്നത്. മാത്രമല്ല, നിലവിളക്ക് കൊളുത്തുമ്പോഴും ശേഷവും ഒക്കെ ഇരുവരും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ സൗഹൃദത്തിലാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പല മാനങ്ങളുണ്ട്.